ഹായ് സ്റ്റുഡൻസ്, എൻവിറോൺമെൻറ്റ് ആൻഡ് സസ്റ്റൈനബിലിറ്റിയിലെ മൊഡ്യൂൾ 2 തേർഡ് പാർട്ടാണ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എനർജി മാനേജ്മെൻറ്റ് വരെയുള്ള ആ ഒരു പോർഷൻസ് കവർ ചെയ്തും ഇനി നമ്മൾ ഗ്ലോബൽ വാർമിംഗ് ആ ഒരു ടോപ്പിക്കാണ് ഇനി എടുക്കാൻ പോകുന്നത്. അപ്പോൾ എന്താണ് ഗ്ലോബൽ വാർമിങ്? അതായത് ഗ്ലോബൽ വാർമിംഗ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മുടെ ഭൂമിക്ക് ചൂട് കൂടുതലായി നിൽക്കുന്ന ഒരു സിറ്റുവേഷനാണ്, അതായത് ഭൂമിക്ക് ചൂട് താങ്ങാൻ കഴിയാത്ത സിറ്റുവേഷനാണ് എന്തെന്ന് പറയുന്നത് ഗ്ലോബൽ വാർമിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഗ്ലോബൽ വാർമിംഗ് നമുക്ക് എങ്ങനെയാണ് ഗ്ലോബൽ വാർമിംഗ് ഉണ്ടാവുന്നത്? നമ്മുടെ ഈ ഒരു കാർബൺ ഡൈ ഓക്സൈഡ് ഒരു ലെവലിൽ ഉണ്ടാകും, പക്ഷെ ആ ഒരു അളവിനേക്കാൾ കൂടുതൽ കാർബൺ ഡൈ ഓക്സൈഡ് വർദ്ധിപ്പിച്ച് വരുമ്പോഴാണ് നമ്മുടെ ഭൂമിക്ക് ചൂട് കൂടി നിൽക്കുക. അപ്പോൾ ഈ കാർബൺ ഡൈ ഓക്സൈഡ് എങ്ങനെ വർദ്ധിപ്പിക്കുന്നതെന്ന് വെച്ചാൽ അത് മനുഷ്യർ വഴിയാക്കാം, അതുപോലെ തന്നെ ഗ്രീൻ ഹൗസ് എഫക്റ്റ് ഇത് വഴിയൊക്കെ ഭൂമിക്ക് ചൂട് കൂടിക്കൊണ്ടേയിരിക്കും. അതായത് ഈ ഹ്യൂമൻ ബീങ്സ് കാരണം ഇവിടെ പല രീതിക്കുള്ള പൊല്യൂഷൻസ് ഉണ്ടാക്കുന്നു. അതായത് എയർ പൊല്യൂഷൻ, ലാൻഡ് പൊല്യൂഷൻ, അതായത് പല പല കെമിക്കൽസ് യൂസ് ചെയ്തുകൊണ്ട് അവരെന്താണ് ഈ ഒരു എയറിൽ ഫുൾ പൊല്യൂഷൻസ് ഉണ്ടാക്കിയിട്ട് അത് നമ്മുടെ ഈ ഒരു എർത്തിനെ ചൂട് കൂട്ടി നിർത്തുകയാണ്. അതുപോലെ തന്നെ ഈ ഗ്രീൻ ഹൗസ് എഫക്റ്റ്, അതായത് നമ്മൾ കണ്ടോണ്ട് ഈ ചെടികൾ എവിടേക്കാണുള്ളത് അവിടേക്ക് ഈ ഒരു സൺലൈറ്റ് നല്ല രീതിക്ക് അവിടെ ഉറച്ചു നിൽക്കും. അപ്പോൾ അതൊക്കെ ഈ ഗ്രീൻ ഹൗസ് ഉണ്ടാകുമ്പോഴും ഈ ഗ്രീൻ ഹൗസും നമ്മുടെ ഒരു ഗ്ലോബൽ വാർമിങ്ങിന് കാരണമാകുന്നു, അതായത് ഭൂമി ചൂട് കൂടി നിൽക്കാൻ കാരണമാകുന്നു. പക്ഷെ വൺ ഓഫ് ദ മെയിൻ റീസൺ എന്ന് പറയുന്നത് കാർബൺ ഡൈ ഓക്സൈഡും അതുപോലെ തന്നെ ഗ്രീൻ ഹൗസ് എഫക്റ്റും കൂടിയാണ് ഗ്ലോബൽ വാർമിങ്ങിന് മെയിൻ ആയിട്ടൊരു കാരണമാക്കുന്നത്. നെക്സ്റ്റ്, ഗ്ലോബൽ വാർമിംഗ് ഉണ്ടാവാനുള്ള കാരണങ്ങൾ അത് രണ്ട് രീതിക്കുണ്ട്. ഒന്ന് മാൻമെയ്ഡ്, മനുഷ്യർ മുഖാന്തരം ഉണ്ടാകുന്ന ഗ്ലോബൽ വാർമിങ്ങിൽ ഒന്നാമത് ഡീഫോറസ്റ്റേഷൻ, അതായത് നമ്മുടെ കാർബൺ ഡൈ ഓക്സൈഡ് കൂടുന്നത് കൊണ്ടാണ് നമ്മുടെ എർത്തിന് ടെമ്പറേച്ചർ കൂടി നിൽക്കണമെന്ന് പറഞ്ഞു. ഈ കാർബൺ ഡൈ ഓക്സൈഡിനൊക്കെ റെഡ്യൂസ് ചെയ്യുന്നത് പ്ലാന്റ്സ് ആണ്. അതായത് ഈ പ്ലാന്റ്സ് ഫോട്ടോസിന്തസിസ് വഴി ഈ കാർബൺ ഡൈ ഓക്സൈഡൊക്കെ അവർ കുറച്ചുകൊണ്ട് വരും. പക്ഷേ ഇങ്ങനെ ഒരു ഡീഫോറസ്റ്റേഷൻ, അതായത് കാട്ടിലുള്ള മരങ്ങളെയും സസ്യങ്ങളെയൊക്കെ ഈ മനുഷ്യന്മാർ വെട്ടി നശിപ്പിക്കണ വഴി ഇവിടെ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് കൂടിക്കൊണ്ട് വരികയാണ്. അങ്ങനെ ആകുമ്പോൾ ഇവിടെ ഗ്ലോബൽ വാർമിംഗ്, അതായത് എർത്തിന് ചൂട് കൂടി വരും. രണ്ടാമത് യൂസ് ഓഫ് വെഹിക്കിൾസ്, ഈ വെഹിക്കിൾസിലൊക്കെ യൂസ് ചെയ്യുന്ന ഇന്ധനങ്ങൾ, അതായത് ഫോസിൽ ഫ്യൂവൽസ് നമ്മൾ യൂസ് ചെയ്യുന്നത് ലൈക്ക് പെട്രോളിയം, ഓയിൽ, ഇങ്ങനത്തെ ഓരോ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഓരോ എനർജികളാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ എൻവിറോൺമെൻറ്റിൽ പോവുകയാണെങ്കിൽ അത് പൊല്യൂഷൻ ഉണ്ടാക്കുന്നു, അതായത് നമ്മുടെ എയറിലൊക്കെ പൊല്യൂഷൻ ഉണ്ടാക്കുന്നു. അങ്ങനെ പൊല്യൂഷൻ ഉണ്ടാക്കണ വഴി ഈ കാർബൺ ഡൈ ഓക്സൈഡ് അതിൽ കൂടി വരും. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും കാർബൺ ഡൈ ഓക്സൈഡ് കൂടുമ്പോൾ നമ്മുടെ എർത്തിന് ടെമ്പറേച്ചർ കൂടി വരും. നെക്സ്റ്റ്, ക്ലോറോ ഫ്ലൂറോ കാർബൺ എന്ന് പറഞ്ഞാൽ അതായത് ഈ AC അതുപോലത്തെ റെഫ്രിജറേറ്റർ ഇതൊക്കെ മനുഷ്യന്മാർ യൂസ് ചെയ്യണ വഴി ഇതിൽ നിന്ന് ക്ലോറോ ഫ്ലൂറോ കാർബൺ ഉണ്ടാക്കി വരുന്നു. അതുപോലെ തന്നെ ഇത് വർദ്ധിച്ചുകൊണ്ട് നമ്മുടെ ഈ ഒരു എർത്തിൻ്റെ ഓസോൺ ലെയർ നശിച്ചുകൊണ്ട് നിൽക്കണം. അതിനെ ടെമ്പറേച്ചർ എഫക്റ്റ് ചെയ്യാതെ കാണാനുള്ള കഴിവ് അവിടെ നശിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പം ഇങ്ങനെ ഭൂമിക്ക് ടെമ്പറേച്ചർ കൂടി വരും. നെക്സ്റ്റ്, ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ്, അതായത് നമ്മൾ ഓരോ ഇൻഡസ്ട്രി ഉണ്ടാക്കുന്ന സമയത്ത് അവിടെ ഇൻഡസ്ട്രി ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഈ ഫാക്ടറീസൊക്കെ ആകുമ്പോൾ അവിടെ ഫുൾ പുകകളൊക്കെ വന്നുകൊണ്ട് നമ്മുടെ അന്തരീക്ഷം അവിടെ പൊല്യൂഷൻസ് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആകുമ്പോൾ നമ്മുടെ അത് ഒരു ടെമ്പറേച്ചർ കൂടി വരും. നെക്സ്റ്റ്, അഗ്രികൾച്ചറിൻ്റെ കേസിലും നമ്മൾ ഈ മീഥേൻ, കാർബൺ ഡൈ ഓക്സൈഡ് ഇങ്ങനത്തെ ഓരോ വാതകങ്ങൾ ഇങ്ങനത്തെ ഓരോ നമ്മൾ അഗ്രികൾച്ചറിൽ യൂസ് ചെയ്യുന്നു. അത് നമ്മുടെ അന്തരീക്ഷത്തിലോട്ട് പോയിട്ട് അവിടെ ഗ്ലോബൽ ടെമ്പറേച്ചർ കൂട്ടാൻ വേണ്ടി കോഴ്സ് ഒരു കാരണമാണ്. നെക്സ്റ്റ്, ഓവർ പോപ്പുലേഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ ഒരു ഇന്ത്യയിൽ കൂടുതൽ പോപ്പുലേഷൻ കൂടി വരുന്ന സമയത്ത് ഓരോ ജനങ്ങളും ശ്വസിക്കുന്ന ആ ഒരു വായു അത് കാർബൺ ഡൈ ഓക്സൈഡ് ആയിട്ട് പുറത്ത് പോയിട്ട് അങ്ങനെയും കാർബൺ ഡൈ ഓക്സൈഡ് കൂടിയിട്ട് അത് നമ്മുടെ എർത്തിനെ എഫക്റ്റ് ചെയ്യും. ഇനി നാച്ചുറൽ വഴി ഗ്ലോബൽ വാർമിംഗ് ഉണ്ടാവാൻ കാരണമാകുന്നത് ഒന്ന് വോൾക്കാനിയോസ് എന്ന് പറഞ്ഞാൽ ഈ അഗ്നിപർവ്വതം ഉണ്ടാകുമല്ലോ അല്ലേ, അഗ്നിപർവ്വതം പൊട്ടിത്തെറിക്കുമ്പോൾ അതിൽ നിന്ന് ഉണ്ടാകുന്ന ചാരവും ഗ്യാസൊക്കെ എന്ത് ചെയ്യുന്നു അന്തരീക്ഷത്തിൽ ആകെ പറന്നു വരുന്നു. അപ്പോൾ അവിടെ എയർ പൊല്യൂഷനൊക്കെ ഉണ്ടായിട്ട് അവിടെ കാർബൺ ഡൈ ഓക്സൈഡ് കൂടുതലായിട്ട് അത് നമ്മുടെ ഈ ഒരു ഗ്ലോബലിനെ കൂടുതൽ ചൂട് ഉണ്ടാക്കാൻ വേണ്ടി കാരണമാകുന്നുണ്ട്. പിന്നെ വാട്ടർ വേപ്പർ, അതായത് ഭൂമിക്ക് ചൂട് കൂടി നിൽക്കുന്ന സമയത്ത് ഈ വെള്ളം കെട്ടി നിൽക്കുന്ന സ്ഥലം അല്ലെങ്കിൽ ഈ കടൽ അവിടെ നിന്നൊക്കെ എന്ത് ചെയ്യുന്നു വാട്ടർ വേപ്പറായിട്ട് മേലേക്ക് പോകുന്നു, നീരാവിയായിട്ട് പോകണം. അങ്ങനത്തെ സിറ്റുവേഷനിൽ അവിടെ എന്ത് ചെയ്യുന്നു കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടായി വരുന്നുണ്ട്.
അപ്പോൾ അങ്ങനെ കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാകുമ്പോൾ അത് നമ്മുടെ ഗ്ലോബലിനെ എഫക്റ്റ് ചെയ്യുന്നു. അവിടെ അത് ടെമ്പറേച്ചർ കൂടുന്നുണ്ട് ഗ്ലോബലിന്. പിന്നെ മെൽറ്റിംഗ് പെർമാഫ്രോസ്റ്റ്, ഇത് പറഞ്ഞാൽ കുറേ കാലത്തോളം കെട്ടി നിൽക്കുന്ന അല്ലെങ്കിൽ അടഞ്ഞു നിൽക്കുന്ന മണ്ണുണ്ടാവുമല്ലോ അല്ലേ, അത് ഒന്നിനു വേണ്ടി യൂസ് ചെയ്തിട്ടില്ല, കുറേ കാലം ആരും യൂസ് ചെയ്യാതെ ഒന്നിനും ഉപയോഗിക്കാതെ കെട്ടി നിന്നിക്കാണ്ട് അല്ലെങ്കിൽ അടഞ്ഞു നിന്നൊരു മണ്ണുണ്ടാകും. അങ്ങനത്തെ മണ്ണുകൾ പ്രത്യേകിച്ച് ഈ മീഥേൻ അങ്ങനത്തെ ഓരോ ഗ്യാസസ് പെട്ടെന്ന് ഉൽപ്പാദിപ്പിക്കും. അതിൻ്റെ അളവ് എന്ന് പറഞ്ഞാൽ നല്ല രീതിക്ക് ഹൈ ലെവലിലേക്ക് വരും. അപ്പോൾ അതൊക്കെ എന്ത് ചെയ്യുന്നു, കാരണമാകുന്നുണ്ട് ടെമ്പറേച്ചർ കൂടാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഈ ഗ്ലോബൽ ടെമ്പറേച്ചർ കൂടി നിൽക്കുന്ന സമയത്ത് ഈ മഞ്ഞുകളൊക്കെ അലിഞ്ഞു പോകുമ്പോൾ, മെൽറ്റ് ചെയ്ത് പോകുമ്പോൾ അവിടുന്ന് കാർബൺ ഡൈ ഓക്സൈഡൊക്കെ എന്താവുന്നുണ്ട്, ഈ ഒരു ഗ്ലോബലിനെ നമ്മുടെ എയറിലോട്ടാകെ പടരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ എന്ത് ചെയ്യുന്നു, ഗ്ലോബൽ ടെമ്പറേച്ചർ കൂടാൻ വേണ്ടിയിട്ട് കാരണമാകുന്നുണ്ട്. പിന്നെ ഫോറസ്റ്റ് ബ്ലേസസ് എന്ന് പറയുമ്പോൾ നമ്മുടെ കാടുകളൊക്കെ വനങ്ങളൊക്കെ തീ പിടിക്കുന്ന സമയത്ത് ഒരു കൂട്ടം മരങ്ങളും ചെടികളൊക്കെ ഉണ്ടാക്കും. അപ്പോൾ ഇത് ഫുൾ അവിടെ കത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ കാർബൺ ഡൈ ഓക്സൈഡ് ഹൈ ലെവലിൽ കൂടും. അങ്ങനെ ആകുമ്പോൾ അവിടെ എന്ത് ചെയ്യുന്നു, അത് ഗ്ലോബലിലോട്ട് എഫക്റ്റ് ചെയ്തിട്ട് അവിടെ ടെമ്പറേച്ചർ കൂടിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് ഒരു ഗ്ലോബൽ വാർമിംഗ് ഉണ്ടാകാനുള്ള റീസൺസ്. നെക്സ്റ്റ് എഫക്ട്സ് ഓഫ് ഗ്ലോബൽ വാർമിംഗ്, അതായത് ഗ്ലോബൽ വാർമിംഗ് ഉണ്ടാകുന്നത് കാരണം എന്തൊക്കെയാണ് നമുക്കിവിടെ സംഭവിക്കുക എന്നത് റൈസിങ് ടെമ്പറേച്ചർ, അതായത് ടെമ്പറേച്ചർ കൂടും. ഇങ്ങനെ ടെമ്പറേച്ചർ കൂടുന്നത് കാരണം നമുക്ക് എന്ത് ചെയ്യുന്നു, ചില സ്ഥലങ്ങളിൽ വെള്ളം ഇല്ലാത്ത അവസ്ഥയും ചില സമയങ്ങളിൽ എന്നാൽ ക്ലൈമറ്റിലൊക്കെ ചേഞ്ച് വരുന്നു. അതുപോലെ തന്നെ സസ്യങ്ങൾ അതുപോലെ തന്നെ ജീവജാലങ്ങൾ ഇവരൊക്കെ അതൊക്കെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. രണ്ടാമത് ത്രെഡ്സ് ടു എക്കോസിസ്റ്റം, അതായത് നമ്മുടെ ഭൂമിക്ക് ഭീഷണിയാണ് ഇവിടെ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ഗ്ലോബൽ ചൂട് കൂടുന്നതനുസരിച്ച് നമ്മുടെ എക്കോസിസ്റ്റത്തിൽ മൃഗങ്ങൾക്കും എല്ലാത്തിനും, അതായത് ചില ക്ലൈമറ്റിൽ വെള്ളം ഉണ്ടാവുന്നുണ്ടെങ്കിൽ ഇത് എല്ലാത്തിനും സെയിം മീനിങ്ങിനായിട്ടാണ് വരുന്നത്. ചില ഭാഗത്ത് വെള്ളം ഉണ്ടാവുന്നുണ്ടെങ്കിൽ ചില ഭാഗത്ത് വെള്ളമില്ലാത്ത അവസ്ഥയും ജീവജാലങ്ങളുടെ ഓരോ സിറ്റുവേഷൻസ്. മൂന്നാമത്തെ ക്ലൈമറ്റ് ചേഞ്ച്, അതായത് ക്ലൈമറ്റിൽ ചേഞ്ച് ഉണ്ടാകുന്നു. അതായത് ടെമ്പറേച്ചർ കൂടുന്ന വഴി പല ക്ലൈമറ്റിലും പല പല ചേഞ്ചസാണ് ഉണ്ടാകുന്നത്. നല്ല ചൂടാണെന്നുണ്ടെങ്കിൽ ചില സ്ഥലങ്ങളിൽ വേറെ മഴ, ലൈക്ക് ആ രീതിയിലുള്ള ക്ലൈമറ്റ് ചേഞ്ച് ആണ് വരുന്നത്. നെക്സ്റ്റ് സ്പ്രെഡ് ഓഫ് ഡിസീസസ്, അതായത് ഈ ക്ലൈമറ്റ് ചേഞ്ച് ഒക്കെ ഉണ്ടാകുന്ന വഴി ടെമ്പറേച്ചർ കൂടുമ്പോൾ അവിടെ നമുക്ക് ഓരോ ഡിസീസസുകൾ ഉണ്ടാവാൻ ചാൻസ്, കൊതുകുകളൊക്കെ കൂടിയിട്ട് അവിടെ ഡിസീസുകൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. പിന്നെ പറയുന്നത് ഇങ്ങനെ വെള്ളപ്പൊക്കം, അതുപോലെ തന്നെ ഫ്ലഡ്, അങ്ങനത്തെ ഓരോരോ കാര്യങ്ങൾ കൊണ്ടും എന്ത് ചെയ്യുക, അവിടെ നമ്മുടെ ഓരോരുത്തരും മരിച്ചു പോകാനുള്ള സിറ്റുവേഷൻസ് ഉണ്ട്. നെക്സ്റ്റ് ഹൈ മോർട്ടാലിറ്റി റേറ്റ്സ്, ഇതും നേരത്തെ പറഞ്ഞ സെയിം പോയിന്റ് ആണ്. അതായത് നമുക്ക് ഈ സുനാമി, ഫ്ലഡ് ഇതൊക്കെ കാരണം അവിടെ നമുക്ക് ഹൈ മോർട്ടാലിറ്റി ഉണ്ടായിട്ട് നമുക്ക് ഗ്ലോബലിൽ ടെമ്പറേച്ചർ കൂടുമ്പോൾ ഇതൊക്കെ ഉണ്ടായിട്ട് അവിടെ നശിപ്പിക്കാൻ, ഓരോ ജീവജാലങ്ങളെ നശിപ്പിക്കാനും എല്ലാം നശിപ്പിക്കാനുള്ള ചാൻസുകളുണ്ട്. അതുപോലെ തന്നെ ഡിസീസുകളും സ്പ്രെഡ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ലോസ് ഓഫ് നാച്ചുറൽ ഹാബിറ്റേറ്റ്, അതായത് നമ്മളെ ജീവികളും പ്ലാന്റ്സ് ഇവരൊക്കെ നശിപ്പിക്കാൻ ഈ ഒരു ഗ്ലോബലിന് സാധിക്കുന്നു. കാരണം നാച്ചുറൽ ആയിട്ടുള്ള ഒരു കാര്യം ഇവിടെ കിട്ടണില്ല, ടെമ്പറേച്ചർ കൂടിയിട്ട് കിട്ടണില്ല എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ആനിമൽസ്, പ്ലാന്റ്സ് ഇവരൊക്കെ നശിപ്പിച്ചു കൊണ്ടേയിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ എഫക്ട്സുകളായിട്ട് വരുന്നത്. നെക്സ്റ്റ് ടോപ്പിക്ക് ക്ലൈമറ്റ് ചേഞ്ച്. ക്ലൈമറ്റ് ചേഞ്ച് എന്ന് പറയുമ്പോൾ ഈ ലോങ് ടേം ആയിട്ട്, അതായത് ഒരു ദീർഘകാലത്തോട്ട് നമ്മുടെ എർത്തിലെ ടെമ്പറേച്ചറുകളിലും അതുപോലെ തന്നെ ഈ റെയിനി വെതറിലേക്ക് ഒരു ചേഞ്ച്, ഒരു ഷിഫ്റ്റ് കാണപ്പെടുകയാണെന്നുണ്ടെങ്കിൽ അതിനെ തന്നെയാണ് എന്തെന്ന് പറയുന്നത്, ക്ലൈമറ്റ് ചേഞ്ച് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരം ഒരു ക്ലൈമറ്റ് ചേഞ്ച് നമ്മളെ ഭൂമിക്ക് അനുഭവപ്പെടാൻ അതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഈ ഹ്യൂമൻസ് തന്നെയാണ് എന്നും പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ കുറച്ച് ഇതിൻ്റെ എക്സാമ്പിൾസ് ഒക്കെയാണ് പറയുന്നുണ്ടെങ്കിൽ ഇപ്പോൾ സണ്ണിൻ്റെ എന്തെങ്കിലും ആക്ടിവിറ്റിയിൽ എന്തെങ്കിലും ചേഞ്ച് വരിക, അതുപോലെ തന്നെ ഈ അഗ്നിപർവ്വതം വലുതായിട്ട് ഇങ്ങനെ പൊട്ടിത്തെറിക്കുക, ഇതൊക്കെ എന്താ നമ്മുടെ ക്ലൈമറ്റിൻ്റെ ചേഞ്ചുകളാണ്. നമ്മുടെ ഭൂമിയിൽ നമ്മുടെ ക്ലൈമറ്റ് കാലാവസ്ഥയിൽ ഉണ്ടാകുന്ന ചേഞ്ചുകളാണ്. അപ്പോൾ ഈ 1800 മുതൽ ഉള്ള കാലഘട്ടം മുതലാണ് ഇത്തരം ക്ലൈമറ്റ് ചേഞ്ച് കാണപ്പെടുന്നത്. അതിന് ഏറ്റവും കൂടുതൽ കാരണം നമ്മുടെ ഹ്യൂമൻ ബീങ്സ് തന്നെയെന്നാണ് പറയുന്നത്. കാരണം ആർട്ടിഫിഷ്യലായിട്ട് യൂസ് ചെയ്യുന്ന ഇന്ധനങ്ങൾ, അതായത് ഈ കൽക്കരി, പെട്രോളിയം, ഗ്യാസ്, അതൊക്കെ കാരണം നമ്മുടെ ഭൂമിയിൽ എന്ത് ചെയ്യുന്നു, ക്ലൈമറ്റിൽ പൊല്യൂഷൻസ് ഉണ്ടായിക്കൊണ്ട് അവിടെ ചേഞ്ച്, അതായത് ദീർഘകാലത്തേക്ക് വെതറിലും ടെമ്പറേച്ചറിലൊക്കെ ചേഞ്ച് വരുന്നു. അങ്ങനെ നമ്മുടെ ക്ലൈമറ്റ് ചേഞ്ച് ആവുന്നു.
നെക്സ്റ്റ് ടോപ്പിക്ക് ഗ്രീൻ ഹൗസ് ഗ്യാസസ് ആണ്. ഈ ഗ്രീൻ ഹൗസ് ഗ്യാസസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഭൂമിയിൽ ഈ പല കൃഷികൾ, പ്ലാന്റ്സ് ഇതൊക്കെ ഉണ്ടാവുമല്ലോ അല്ലേ. അപ്പോൾ ഈ സ്ഥലങ്ങളിൽ സൺലൈറ്റ് കെട്ടി നിന്നുകൊണ്ട് എന്ത് ചെയ്യുന്നു, സൺലൈറ്റ് കൂടുമ്പോൾ നമ്മുടെ ഭൂമിക്ക് ഗ്ലോബലിൽ വാർമിങ് കൂടും, എർത്തിന് ചൂട് കൂടിക്കൊണ്ടിരിക്കും. അപ്പോൾ ഈ ഗ്രീൻ ഹൗസ് വൺ ഓഫ് ദി മെയിൻ റീസൺ ആണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ ഗ്രീൻ ഹൗസ് നമ്മുടെ ഹ്യൂമൻസിൻ്റെ ആക്ടിവിറ്റീസ് കാരണം ഇത്തരം ഈ ഗ്രീൻ ഹൗസ് ഗ്യാസസ് ഫോം ചെയ്യാം. അതുപോലെ തന്നെ കുറച്ച് നാച്ചുറലിലേക്കാണ് ഫോം ചെയ്യുക. അപ്പോൾ ഈ ഹ്യൂമൻസിൻ്റെ ബിഹേവിയർ കാരണം, ആക്ടിവിറ്റീസ് കാരണം ഉണ്ടാവുന്ന കുറച്ച് ഗ്യാസസ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ, ഫസ്റ്റ് വൺ കാർബൺ ഡൈ ഓക്സൈഡ്. കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയാൻ നമുക്കറിയാം, അതായത് ഈ പൊല്യൂഷൻസ് ഒക്കെ ഉണ്ടാവുന്ന വഴി സ്വാഭാവികമായിട്ടും കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാകുന്നു. അതുപോലെ തന്നെ ഇപ്പോൾ ഡീഫോറസ്റ്റേഷൻ ചെയ്യുന്ന വഴി കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാകുന്നു. കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും അത് ഗ്രീൻ ഹൗസ് ആയിട്ട് അത് ഗ്ലോബലിനെ നമ്മുടെ എർത്തിനെ എഫക്റ്റ് ചെയ്തിട്ടാണ് വാർമിങ്, ടെമ്പറേച്ചർ കൂട്ടുന്നു. രണ്ടാമത് മീഥേൻ. മീഥേൻ എന്ന് പറയുമ്പോൾ ഈ പശു, ആട്, കോഴി ഇത്തരം മൃഗങ്ങളെ വളർത്തുമ്പോൾ അവരുടെ യൂറിൻ, ഇതിൽ നിന്നൊക്കെ എന്ത് വരുന്നുണ്ട്, മീഥേൻ എന്നുള്ള ഗ്യാസ് പുറപ്പെടുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ എന്ത് ചെയ്യുന്നു, ഇതൊക്കെ നമ്മുടെ പൊല്യൂഷൻ ഉണ്ടാക്കാനും ഗ്ലോബൽ ചൂട് കൂട്ടാനും ഇത്തരം ഗ്യാസുകളൊക്കെ അതിന് കാരണമാണ്. മൂന്നാമത് നൈട്രസ് ഓക്സൈഡ്. നമ്മൾ ഈ അഗ്രികൾച്ചർ ചെയ്യുന്ന സമയത്ത്, കൃഷി ചെയ്യുന്ന സമയത്ത് അതിലോട്ട് ഇടുന്ന വളങ്ങൾ ഉണ്ടാവുമല്ലോ അല്ലേ. അപ്പോൾ ഈ വളങ്ങളിലൊക്കെ നല്ലൊരു ഹൈ ലെവൽ ഓഫ് ഗ്യാസസ് അതിൽ ഇൻക്ലൂഡ് ആയിട്ടുണ്ട്. അതിൽ ഇൻക്ലൂഡ് ആയിട്ട് നൈട്രസ് ഓക്സൈഡ് എന്ന ഗ്യാസ് അതിൽ ഇൻക്ലൂഡ് ആണ്. ഇത് കാരണം നമ്മുടെ ഗ്ലോബൽ വാർമിംഗ് ഉണ്ടാവും. അതുപോലെ തന്നെ ഈ ഫോസിൽ ഫ്യൂവൽസ്, ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള എനർജികളൊക്കെ കാരണം ഉണ്ടാകുന്നു. പിന്നെ ഈ ഒരു ഗ്യാസ് എന്ന് പറയുമ്പോൾ മനുഷ്യന്മാർ നിർമ്മിച്ച ഗ്യാസാണ്. അതായത് ഈ AC, റെഫ്രിജറേറ്ററിൽ ഇതിലൊക്കെ യൂസ് ചെയ്യുന്ന ആ ഒരു ഗ്യാസ്, ഇത് കാരണം പുറത്ത് വീഴുന്ന ഒരു ഗ്യാസ് ഉണ്ട്, AC, റെഫ്രിജറേറ്റർ. ഇത് ഇങ്ങനത്തെ ഇലക്ട്രിക് ആയിട്ടുള്ള ഉപകരണങ്ങൾ പുറത്ത് വിടുന്ന ഗ്യാസുകളാണ് ഫ്ലോറിനേറ്റഡ് ഗ്യാസസ്. അപ്പോൾ ഇത്തരം ഗ്യാസസുകൾ എർത്തിന് നല്ല രീതിക്ക് കോസ് ചെയ്യുന്നുണ്ട്, കാരണം ടെമ്പറേച്ചർ കൂട്ടാൻ വേണ്ടിയിട്ട് കാരണമാകുന്നുണ്ട്. നെക്സ്റ്റ് ടോപ്പിക്ക് കാർബൺ ക്രെഡിറ്റ്. കാർബൺ ക്രെഡിറ്റ് എന്ന് പറയുമ്പോൾ ഇവിടെ എന്താണ്, ഈ കാർബണിനെ നമുക്ക് എന്ത് ചെയ്യുന്നു, റെഡ്യൂസ് ചെയ്യാൻ പറ്റും. അതായത് ഒരു ഇൻഡിവിജ്വൽ ആയിട്ടുള്ള വ്യക്തിക്കോ അല്ലെങ്കിൽ ഒരു കമ്പനിക്കോ അവിടെ ഉണ്ടാകുന്ന കാർബൺസിനെ റെഡ്യൂസ് ചെയ്ത് കൊണ്ട് നികത്താൻ പറ്റുന്ന ഒരു പ്രോസസ്സാണ്, ഒരു അനുമതി കൊടുത്തുക്കണോ എന്നാണ് പറയുന്നത്. അപ്പോൾ എങ്ങനെയെന്ന് വെച്ചാൽ ഒരു കാർബണിന് 1 ടൺ എന്നുള്ള രീതിയിലോട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ കമ്പനികളിലൊക്കെ കാർബൺ ഡൈ ഓക്സൈഡ് പൊല്യൂഷൻസൊക്കെ, അതുപോലെ തന്നെ കെമിക്കൽസ്, പൊല്യൂഷൻസൊക്കെ ഉള്ളത് കാരണം അത് കാർബൺ ഡൈ ഓക്സൈഡായി മാറുമ്പോൾ ഇവർക്ക് ഇത്രത്തോളം ടണ്ണ് കൊടുത്തിട്ടുണ്ടാകും. അതായത് ഒരു കാർബണിന് 1 ടൺ ആ രീതിയിലോട്ട് കൊടുത്തിട്ടുണ്ടാകും. അപ്പോൾ അത് അവിടെ യൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ അവിടെയുള്ള കാർബൺ ഡൈ ഓക്സൈഡ് ഒരു പരിധി വരെയൊക്കെ എന്ത് ചെയ്യുന്നു, അത് കുറച്ച് റെഡ്യൂസ് ചെയ്യിപ്പിക്കും. അങ്ങനെ കമ്പനീസൊക്കെ അവർക്ക് ആവശ്യമുള്ളതായിട്ടുള്ള ഈ കാർബൺ ഡൈ ഓക്സൈഡ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി വല്ലതും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് അവർക്ക് എന്ത് ചെയ്യാം, മറ്റുള്ളവർക്കാണെങ്കിൽ വിൽക്കാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ ഈ ഒരു കാർബൺ ഡൈ ഓക്സൈഡിന് 1 ടൺ എന്നുള്ള രീതിക്ക് ഇതിൽ നമുക്ക് എന്ത് ചെയ്യാം, കാർബൺ ഡൈ ഓക്സൈഡും കുറക്കാൻ പറ്റും. അതുപോലെ തന്നെ മറ്റുള്ള ഗ്രീൻ ഹൗസ് ഗ്യാസസ് ഉണ്ടാവുമല്ലോ അല്ലേ, ഇത് രണ്ടും ഒരേപോലെ ഈ ഒരു ഇതുകൊണ്ട് നമുക്ക് കുറക്കാൻ പറ്റും. അതാണ് കാർബൺ ക്രെഡിറ്റ് എന്ന് പറയുന്നത്. ഇനി എങ്ങനെയാണ് ഈ കാർബൺ ക്രെഡിറ്റ് വർക്കാവുക? അതായത് ഈ ഒരു കാർബൺ ക്രെഡിറ്റ് ഇവിടെ കൊണ്ടുവന്നത് യുണൈറ്റഡ് നേഷൻസ് ആണ്. അപ്പോൾ ഇവരെന്ത് ചെയ്യുന്നു, എല്ലാ രാജ്യങ്ങളിലോട്ടും ഈ ഒരു ക്രെഡിറ്റ് സപ്ലൈ ചെയ്യും. അപ്പോൾ എല്ലാ രാജ്യങ്ങളിലോട്ടും ഇവരാണ് ഈ ഒരു ക്രെഡിറ്റ് വിതരണം ചെയ്യുക. ഇവരായിരിക്കും അതിന് പൂർണ്ണ ഉത്തരവാദികൾ. അതുപോലെ തന്നെ ഇവർ എല്ലാ കമ്പനികളും നിരീക്ഷിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ ഓരോ വർഷത്തിൻ്റെ അവസാനം ഇവരെന്ത് ചെയ്യും, അതിൻ്റെ ഒരു റിപ്പോർട്ട്, എത്രത്തോളം ക്രെഡിറ്റ് ഓരോ കമ്പനികളും യൂസ് ചെയ്തെന്നുള്ള റിപ്പോർട്ടും ഇവർ തന്നെ നോക്കിയെടുക്കും. അങ്ങനെ ഈ ഓരോ രാജ്യത്തിലോട്ടും ഇവരത് കൊടുത്തിട്ട് സർക്കാർ അങ്ങനെ ഓരോ കമ്പനിയിലോട്ടും ഈ ഒരു ക്രെഡിറ്റ് സപ്ലൈ ചെയ്യും. അങ്ങനെ ഈ ഒരു ക്രെഡിറ്റ് സപ്ലൈ ചെയ്തിട്ട് എന്ത് ചെയ്യും, ചില കമ്പനികൾ അവർക്ക് കൊടുത്ത ക്രെഡിറ്റിൽ വെച്ചിട്ട് കൂടുതൽ എന്ത് ചെയ്യാണ്, കാർബണ് റെഡ്യൂസ് ചെയ്ത് കളയുകയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അവർ ക്രെഡിറ്റ് ബൈ ചെയ്യുന്നതിന് വാങ്ങേണ്ട അവസ്ഥ വരും. എന്നാൽ ചില കമ്പനികൾ എന്ത് ചെയ്യുന്നു, അവർക്ക് ക്രെഡിറ്റ് കൊടുത്ത് ഇത്ര അളവിൽ ക്രെഡിറ്റ് കൊടുത്തു, പക്ഷെ അവരെന്ത് ചെയ്തു, ആ ഒരു ക്രെഡിറ്റ് വെച്ച് കുറച്ച് കാർബൺസ് റെഡ്യൂസ് ചെയ്തിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള ക്രെഡിറ്റ് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് മാർക്കറ്റിൽ വിൽക്കാൻ പറ്റും. അപ്പോൾ ഇതാണ് ഇങ്ങനെയാണ്
ഈ ഒരു കാർബൺ ക്രെഡിറ്റ് വർക്ക് ആവണത്. അപ്പോൾ ഇതാണ് സെക്കൻഡ് മൊഡ്യൂളിൽ വരുന്ന ടോപ്പിക്സ്. ഇത്രേ ഉള്ളൂ ഭാഗങ്ങൾ. നമ്മൾ ഫസ്റ്റ് ടോപ്പിക്കിൽ നാച്ചുറൽ റിസോഴ്സസിനെ കുറിച്ചാണ് പറഞ്ഞത്, പിന്നെ എനർജീനെ, ഇപ്പോൾ ഗ്ലോബൽ വാർമിങ്ങും. ഇതോടുകൂടി സെക്കൻഡ് മൊഡ്യൂൾ കഴിഞ്ഞു. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക.